ഹായ് ഹലോ നമസ്കാരം. ഞാൻ അമൽദേവ് CS. കിഴക്കൻ യൂറോപ്പിലെ സാങ്കല്പിക രാജ്യമായ ക്രക്കോസിയയിൽ നിന്ന് വരുന്ന വിക്ടർ ആള് ന്യൂയോർക്കിലേക്ക് ട്രാവൽ ചെയ്യായിരുന്നു. അങ്ങനെ ന്യൂയോർക്കിലെ എയർപോർട്ടിൽ കാലുകുത്തിയതും തൻ്റെ രാജ്യത്തിലെ കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ആ രാജ്യം തന്നെ ഇല്ലാതായി മാറുവാണ്. അതായത് സത്യം പറഞ്ഞാൽ നമ്മുടെ വിക്ടർ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും, അല്ലെങ്കിൽ അയാൾ ഈ ഭൂമിയിലാണെന്ന് പോലും തെളിവ് ഈ ലോകത്ത് ഇല്ലാതായി മാറുവാണ്. തൻ്റെ പാസ്പോർട്ടും വിസയും ഒന്നും വാലിഡ് അല്ലാതായി മാറുവാണ്. അപ്പം ഇനി എന്ത് ചെയ്യും? വിക്ടറിന് ആ ഒരു എയർപോർട്ടിന് പുറത്തേക്കും പോകാൻ പറ്റൂല, തിരിച്ച് രാജ്യത്തേക്കും പോകാൻ പറ്റാതെ ആ എയർപോർട്ടിൽ തന്നെ ട്രാപ്പായി പോവാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അയാൾക്കിനി വേറെ വഴിയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ആ എയർപോർട്ട് തന്നെ തൻ്റെ വീടാക്കി മാറ്റി അവിടെ താമസം ആരംഭിച്ചു. പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളായിട്ടും എല്ലാവരായിട്ടും സൗഹൃദം സ്ഥാപിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന രസകരമായിട്ടുള്ള ഒരു കഥയാണ് ദ ടെർമിനൽ എന്ന് പറഞ്ഞ സിനിമ. സ്റ്റീഫൻ സ്പിൽബർഗാണ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ടോം ഹാങ്ക്സ് ആണ് നായകൻ. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആക്ടറാണ് ടോം ഹാങ്ക്സ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കാൻ നേരത്ത് ഞങ്ങൾക്ക് മിക്ക ഫ്രൈഡേയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും അവിടെ ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണിക്കും. അങ്ങനെ കാണിച്ച സിനിമയാണ് ദ ടെർമിനൽ എന്ന് പറഞ്ഞിട്ട്. ഈ സിനിമ ഈ ടെർമിനൽ എന്ന് പറഞ്ഞ പടം എന്താണെന്ന് പോലും അറിയാതെ കണ്ടൊരു പടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പടം കാണുമ്പോൾ. ലൈക്ക് സ്പിൽബർഗിൻ്റെ പടമാണെന്ന് പോലും ഞാൻ പടം തുടങ്ങി ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോഴാണ് ഓക്കെ ഡയറക്റ്റഡ് ബൈ സ്പിൽബർഗാന്ന് മനസ്സിലായത് തന്നെ. സ്പിൽബർഗിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പടം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട്. കാരണം ഞാൻ കണ്ടിരിക്കുന്ന അന്ന് ജുറാസിക് പാർക്കും അതുപോലെ തന്നെ ഈറ്റിയും എൻകൗണ്ടർ ഓഫ് ദ തേർഡ് മാൻകൈൻഡ് അങ്ങനെ ഒരു പടം ഉണ്ടല്ലോ, ഒരു ഏലിയൻ്റെ, അങ്ങനത്തെ പടങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഡ്യുവലും. പിന്നെ നോക്കിയപ്പോൾ ടെർമിനൽ പോലത്തെ ഇങ്ങനത്തെ ഒരു പടം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു ആദ്യം. കാരണം ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഒരു മൂവിയാണ് എന്താ ടെർമിനൽ എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം ചിരിക്കാനുണ്ട്. നമുക്കിങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒരു ചിരിയായി, ഒരു ചെറിയൊരു പുഞ്ചിരിയായിരിക്കും, ഒരു സന്തോഷത്തിൻ്റെ എല്ലാം കൊണ്ടും ആ സിനിമ കണ്ടു കഴിയുമ്പോൾ വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അടിപൊളി പടമാണ്. പടത്തിൻ്റെ പേര് ദ ടെർമിനൽ.